മക്കളില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ? ഞാൻ പറയണ്ടല്ലോ, അവരേറ്റവും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണത്. അവരൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം. കുട്ടി മരിച്ചൊരു വാപ്പനെ ഉമ്മനെ കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക? നമ്മൾ ഒരിക്കലും ഓർമ്മപ്പെടുത്താൻ പാടില്ലാത്തൊരു പേരാണത്. എനിക്കറിയാം, 26-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു ഇക്കാക്ക മരിച്ചത്. അവന് പുതിയാപ്പിളായിട്ട് ഇറങ്ങേണ്ട ഏകദേശ സമയത്താണ് അവന്റെ മയ്യത്ത് ഇറക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉപ്പാനോടും ഉമ്മനോടും അവരത് പറയാതിരിക്കട്ടെ, ഓന്റെ പേര് പറയാതിരിക്കട്ടെ എന്നാ. ഇവരതന്നെ കൃത്യമായി പറയാനാ വന്നത്. മുറിവില് തൊട്ടാല് അത് ഉണങ്ങൂല. നമുക്കൊരു മുറിവുണ്ട്, അതിലിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ അത് ഉണങ്ങുമോ? അതുകൊണ്ട് വേറൊരാളെ മുറിവിലും പോയിട്ട് തൊടരുത്, അത് ഉണങ്ങിക്കോട്ടെ. തടിയുള്ള ഒരാളോട് തടിയെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്. അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. തടി ഇല്ലാത്ത ഒരാളോട് തടിയില്ലാത്ത കാര്യം സംസാരിക്കരുത്. വേറെന്തൊക്കെ പറയണ്ട ഈ ഭൂമിയിൽ? ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടണ്ട. ഒരാളെ നോവിക്കരുത്. കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നോവിക്കുക എന്ന് പറയുന്നത്. കടലിലേക്ക് കല്ലെറിയുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കല്ലെറിഞ്ഞ നമ്മൾ അവിടെ നിന്ന് പോയി, നമ്മൾ വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടാവും. കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ ആ കല്ലവിടെ കിടക്കും. കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ആ കല്ലവിടെ കിടക്കും. അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പറയാന്നുള്ളതല്ല. ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത് എന്നാണ് പിന്നെയും ആലോചിക്കേണ്ടത്.